ഐഫോൺ 14 സീരീസ് അല്ലെങ്കിൽ 13 സീരീസ് യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വന്നിട്ടുള്ള അതല്ലെങ്കിൽ എന്തായാലും വരാനിരിക്കുന്ന കംപ്ലൈൻ്റാണ് ഈ കാണുന്ന വൈറ്റ് സ്ക്രീൻ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ചേഞ്ച് ആക്കി കിട്ടും. എങ്ങനെയെന്ന് വെച്ചാൽ ഇത് ആപ്പിളിൽ പോയിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ഫ്രീ ആയിട്ട് നമുക്ക് മാറ്റിത്തരും. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഫോണിനകത്ത് വേറെ ബോഡിക്ക് വേറെ താഴെ പോണ ഡെൻറ്റോ അതുപോലെ തന്നെ സ്ക്രാച്ചോ അതുപോലെ മുമ്പ് വേറെ തേർഡ് പാർട്ടി റിപ്പയറിങ് അറ്റംപ്റ്റ് നടത്തുക, ബാറ്ററി ചേഞ്ച് ആക്കുക, ഡിസ്പ്ലേ ചേഞ്ച് ആക്കുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റി കിട്ടൂല. അത് അവർ റിജക്റ്റ് ചെയ്യും. പിന്നെ അവർ ഫുൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനാണ് പറയാം. അപ്പോൾ ഇത് ഫുൾ ഡിസ്പ്ലേ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് റിപ്പയർ ചെയ്യാൻ വേറെ 2-3 മെത്തേഡും കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കണക്ഷൻ റിപ്പയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലെക്സ് ബോണ്ടിങ് മെത്തേഡ് പറഞ്ഞ റിപ്പയറിങ് ഉണ്ട്. ഇതിൻ്റെ ഫ്ലെക്സ് ഫുള്ളായിട്ട് ചേഞ്ച് ആക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ തന്നെ ഒരുവിധം റെഡി ആവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെക്സ് ചേഞ്ച് ആക്കിയാൽ മതി. നമുക്ക് ആ ഒരു പഴയ സ്ക്രീൻ തന്നെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. 30,000 രൂപ 35,000 രൂപ കൊടുത്തിട്ട് ഡിസ്പ്ലേ ഫുള്ളായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം നമുക്ക് ഫ്ലെക്സ് റിപ്പയർ ചെയ്യാൻ 10,000 രൂപക്കൊക്കെ അടുത്ത റേറ്റ് വരാറുള്ളൂ. അപ്പോൾ ഇതൊരു 80% നമുക്ക് ഇതിനകത്ത് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരും. കാരണം 13, 14 സീരീസുകളിൽ ഈ ഒരു കംപ്ലയിൻറ്റ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മോഡൽ യൂസ് ആക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുത്തേക്ക്. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഉപകാരപ്പെട്ടേക്കാം.